നിങ്ങളോ? ഞാൻ ഈ തോട്ടത്തിലെ യൂണിയൻ സെക്രട്ടറിയാണ്. പേര് യേശുദാസ്. നിങ്ങളുടെ പേരെന്താ? ശങ്കരൻകുട്ടി. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? സരസ്വതി മാത്യുവിന്റെ ബംഗ്ലാവിലേക്ക്. എന്നാൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. വേണ്ട മിസ്റ്റർ, നിങ്ങൾക്ക് ഈ പ്രദേശത്തെ സ്ഥിതിഗതികൾ അറിഞ്ഞുകൂടാ. എല്ലാവരും ക്ഷോഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലും നിയന്ത്രണമില്ലാത്ത ചിലരുണ്ട്. മനസ്സിലായി, ഞാൻ കരുതിക്കോളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. താങ്ക്സ്, ഞാൻ പോകുന്നു. ഓഹോ, എന്നെ സഹായിക്കാൻ പിന്നാലെ പുറപ്പെട്ടതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബംഗ്ലാവിലേക്ക് പോകാം. അല്ല സാറാണ്. കൊച്ചമ്മ ഉറങ്ങിയില്ലേ? കൊച്ചമ്മ സന്ധ്യയ്ക്ക് പുറത്തു പോയല്ലോ, പക്ഷെ രാത്രി കൊണ്ട് തിരിച്ചു വരും. താമ്പൊക്കെ ഉറങ്ങിക്കും. അല്ല സാറ് വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു. എപ്പോ വന്നു? കുറച്ചു നേരം ആയുള്ളൂ. എന്താണ് ഇത്ര താമസിച്ചത്? ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ എത്തിയതാണ്, പക്ഷെ ഇവിടെ ഇപ്പോഴേ വന്നുള്ളൂ. ഈ സ്ഥലത്തെ കൂടെ ഒറ്റയ്ക്ക് രാത്രി അധികം സഞ്ചരിക്കരുത്. ദുർമരണത്തിന് ഇടയാകുമായിരിക്കാം. ചിലപ്പോൾ. ഞാനൊരു പുരുഷനല്ലേ? മിസ്സിസ് മാത്യു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ശങ്കരൻകുട്ടിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. ശങ്കരൻകുട്ടി, മിസ്റ്റർ മാത്യുവിന് വേണ്ടി വാങ്ങിയ ആ പട്ട് മുത്തപ്പന്റെ ശവശരീരത്തിലിട്ടത് നന്നായി. മറന്നുപോയി, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മിസ്റ്റർ ശങ്കരൻകുട്ടിക്ക് ഉറങ്ങാൻ സമയമായില്ലേ? നമുക്കകത്തേക്ക് പോവാം. നിൽക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതെന്റെ സഹോദരൻ പ്രൊമോറിയസ്, അഡ്വക്കേറ്റ് ആണ്. മിക്കവാറും തോട്ട ഉടമകളുടെ ലീഗൽ അഡ്വൈസറാണ്. വരൂ. ഓഫീസ് സൗകര്യങ്ങളൊക്കെ ഇത് മതിയല്ലേ? സൗകര്യമൊന്നുമില്ല. ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇന്നത്തെ പോസ്റ്റ് പോകും. തൊഴിലാളികൾ ശമ്പളം വാങ്ങുന്നില്ല എന്ന് കങ്കാണിമാർ ഒന്ന് പറഞ്ഞു. ശമ്പളം വാങ്ങാതിരിക്കാനുള്ള കാരണം അവരുടെ സെക്രട്ടറി യേശുദാസ് പറഞ്ഞത്രേ. സമരത്തിനുള്ള ഒരുക്കമാണ്. ഞാനിപ്പോൾ അവന്റെ ശത്രുവായി പോയി. ആരുടെ? യേശുദാസിന്റെ. യേശുദാസ് അടുപ്പമുള്ള ആളാണ്. അല്ല, പിന്നെ ഞാനാണ് അവനെ വളർത്തിയത്. അത് വെറും അടുപ്പമാണോ? അതെങ്ങനെ? എന്റെയും അവന്റെയും ജീവിതം ആരംഭിച്ചത് ഒരു അനാഥാലയത്തിൽ നിന്നാണ്. ചന്ദ്രകുട്ടി എന്റെ കൂടെ വരും. എങ്ങോട്ട്? യേശുദാസിന്റെ അടുത്തേക്ക്.
തൊഴിലാളിയെ കൊന്ന കൊലപാതകി. രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പ്രതികാരം വിട്ടു. നിന്റെ ഇളയ കുട്ടിക്ക് സുഖയുടെ കുറവുണ്ടോ ജോർജ്? കുറവുണ്ട്. ശങ്കരൻകുട്ടി, എന്റെ പുതിയ മാനേജർ. ഹലോ, ഞാനറിയും. ജോലി എന്റെ കൂടെയും മനസ്സ് നിങ്ങളുടെ കൂടെയുമാണ്. അത് സാധ്യമാണെന്ന് തോന്നുന്നു. എന്നാണ് എന്റെയും വിശ്വാസം. മിസ്സിസ് മാത്യുവിന്റെ മാനേജർ ആയിരിക്കുന്നിടത്തോളം കാലം എല്ലാ കാര്യത്തിലും ഞാൻ അവരുടെ കൂടെ ആയിരിക്കും. ഇന്ന് തൊഴിലാളികൾ ശമ്പളം വാങ്ങിയില്ല. അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മർദ്ദിച്ചു കൊന്നിട്ട് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. അന്വേഷിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഈ തോട്ടത്തിൽ അടുത്ത കാലത്ത് മറ്റൊരു മരണം കൂടെ നടന്നിട്ടുണ്ട് യേശുദാസ്. അതിനും തെളിവൊന്നുമില്ല. ഒരു എസ്റ്റേറ്റ് മുതലാളി മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. പക്ഷെ അതിന് ഒരു തൊഴിലാളിയെ കൊന്നു പകരം വെക്കണമെന്ന് വെച്ചാൽ അത് നടപ്പില്ല. അപ്പോൾ ശമ്പളം വാങ്ങിക്കില്ല അല്ലേ? യൂണിയന്റെ നോട്ടീസ് കിട്ടി. ഞാൻ മിസ്റ്റർ മാത്യുവിന്റെ ഭാര്യ ഈ തോട്ടത്തിൽ വന്നതിന് ശേഷം സമരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വേണ്ടി വന്നു. മറ്റുള്ള തോട്ടങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും തൊഴിലാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒഴിപ്പിച്ചിട്ടുള്ള ഒരു തോട്ടമല്ല ഇത്. നിങ്ങളുടെ ആവശ്യം എന്നോട് പറയൂ. സമരം എന്തിന്? മുത്തപ്പനെ കൊന്നതിന് ഞങ്ങൾ പകരം വീട്ടുക തന്നെ ചെയ്യും. അതും സാരമില്ല. മിസ്റ്റർ മാത്യുവിനെ കൊന്ന കേസിൽ പാവം ആ ചെറുക്കനെ പ്രതിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആരെ? യേശുദാസിനെ, എന്റെ കുഞ്ഞിനെ. ആരാണ് ശ്രമിക്കുന്നത്? എസ്റ്റേറ്റ് മുതലാളിമാരും പോലീസുകാരും. തൊഴിൽ പ്രശ്നത്തെ പറ്റി സംസാരിക്കാനല്ല ഞാൻ അവിടെ പോയത്. സൗകര്യം കിട്ടിയാൽ ഈ വിവരം അവനെ അറിയിക്കണമെന്ന് വെച്ചായിരുന്നു. അവനെ അവർ പ്രതിയാക്കും. എന്തിന്? മാത്യു മരിക്കുന്നതിൽ അല്പം മുമ്പ് അവനൊരു കാര്യത്തിനായി ബംഗ്ലാവിൽ വന്നു പോയിരുന്നു. ഓഹോ. അവനെ പ്രതിയാക്കിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ഭർത്താവിനെ അവനോ തൊഴിലാളികളോ കൊല്ലില്ല. എനിക്കത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇത്ര ദുർബലമായ ഒരു ഹൃദയമാണുള്ളതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മിസ്സിസ് മാത്യു. പ്രിയപ്പെട്ട ചക്കി, ഇവിടെ എസ്റ്റേറ്റിലെ മരങ്ങളും ചെടികളും മറ്റും സുഖമായി കഴിയുന്നു. എനിക്ക് മാത്രം അല്പം മനോവിഷമമുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ മുകളിലാണ് ഈ സ്ഥലം. അതായത് ആകാശത്തിന് അല്പം താഴെ. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പപ്പുണ്ണിയെ ഞാനിവിടെ യൂണിയൻ ഓഫീസിൽ എന്നെ കണ്ടതായി ഭാവിക്കുന്നു. ഞാനും ഭാവിക്കുന്നു. സരസ്വതി മാത്യു നല്ല സ്ത്രീയാണ്. അവരെന്നെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കരളേ, നിനക്ക് എന്നെ കാണണം. കാണണമെങ്കിൽ ഒരു മാർഗം പറയാം. സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രനെ നോക്കിയിരിക്കുക. ഞാനും ഇവിടെ അങ്ങനെയിരിക്കും. അങ്ങനെ നമുക്ക് തമ്മിൽ കാണാം. കണ്ണുകൾ, കരളുകൾ, കവിളുകൾ, ചുണ്ടുകൾ എല്ലാം ചന്ദ്രൻ മുഖേന ഒന്നായി ലയിപ്പിക്കാം. നീ ചന്ദ്രനെ നോക്കി പാടണം. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടുകൊള്ളാം. എന്ന് നിന്റെ മാത്രം ശങ്കരൻ.